ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം ഗ്രാമമായ ചിങ്ങവിളയിലെ കുറച്ച് ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ രാവിലെ മാർക്കറ്റിൽ കുറച്ച് സാധനം മേടിക്കാൻ പോയായിരുന്നു. ഇത് സന്തോഷേൻ്റെ വീടാണ് കേട്ടോ. വീടും കടയും കൂടെ ഒരുമിച്ചാണ്. പുള്ളിക്കാരൻ മിക്കവാറും അവിടെ കാണത്തില്ല. അവിടെ വാഴക്കൃഷിയുണ്ട് പുള്ളിക്ക്. അവിടെ ആയിരിക്കും മിക്കവാറും. ഇതാണ് സന്തോഷേൻ്റെ വാഴക്കൃഷി കേട്ടോ. പുള്ളി മിക്കവാറും ഇവിടെ കാണും. വാഴയൊക്കെ അത്യാവശ്യം കുലച്ച് നിൽപ്പുണ്ട്. മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് കുറച്ച് സാധനം മേടിക്കണം. ഇത് ചാങ്ങ കോളനി കേട്ടോ. ഇവിടെ നമ്മുടെ ചിറ്റ താമസിക്കുന്ന ഇവിടെ കേട്ടോ. നല്ല രസമല്ലേ, തെങ്ങും തൊപ്പുകളൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ ഞങ്ങളുടെ ഗ്രാമം കാണാൻ വേണ്ടി. പോകുന്ന വഴിക്ക് മഴയാണ്. ഞാനപ്പോൾ അവിടെ ഇവിടെയൊക്കെ കയറി നിന്നാണ് പോയത്. എനിക്ക് മാർക്കറ്റിൽ പോയിട്ട് 1-2 സാധനം മേടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. ഇത് നമ്മുടെ ചിങ്ങവിള ഗ്രൗണ്ടാണ് കേട്ടോ, സ്കൂൾ ഗ്രൗണ്ട്. ഇത് ആ വീടൊക്കെ കാണാൻ അടിപൊളി രസമല്ലേ. ഞാനിപ്പോൾ മാർക്കറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും മഴയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ചിങ്ങവിള LP സ്കൂളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു സാങ്കല്പിക കഥ പറഞ്ഞാണേ. ഇത് കേരളത്തിലല്ല കേട്ടോ, ഇന്തോനേഷ്യയിലെ കെണ്ടാരി എന്ന് പറയുന്ന ഒരു ഐലൻഡിലെ കുറച്ച് സ്ഥലങ്ങളാണ്. അടിപൊളിയല്ലേ കാണാൻ. നമ്മുടെ കേരളമായിട്ട് സാമ്യമുണ്ട്. പക്ഷേ വീടുകളൊക്കെ കാണുമ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മനസ്സിലാകും. എന്നിരുന്നാൽ തന്നെയും ഭൂപ്രകൃതി നോക്കുമ്പം നമ്മുടെ കേരളമായിട്ട് ഒരുപാട് സാമ്യമില്ലേ. അടിപൊളി സ്ഥലമല്ലേ കാണാനൊക്കെ.